കാണൂ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ എന്നുള്ള വാക്യമാണ്. യെരുശലേമിലെ സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടും അനുതാപത്തോടെ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരുടെ പാവങ്ങളുടെ മോചിച്ചു നൽകുന്ന ഒരു യേശുക്രിസ്തുവിനെയാണ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പാവങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന വാക്കുകളാണ്. യഥാർത്ഥമായി ചെയ്തു പോയ തിന്മകളെക്കുറിച്ച് തെറ്റുകളെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുന്ന ഏതൊരു മനുഷ്യനെയും പാപങ്ങൾ കർത്താവായ യേശുക്രിസ്തു മോചിച്ചു നൽകുന്നു എന്ന പദമാണ്. 3:26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു എന്ന വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടി ആണ് എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥമായ സത്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലെ തിരിക്കുവാനും ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടും അനുതാപത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും നിങ്ങളെ യഥാർത്ഥമായ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നും യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന പദമാണ്. അതുപോലെ 4-ാം വാക്യത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറെ ഒരു നിലയിലും നിങ്ങൾക്ക് പാപമോചനം ലഭ്യമാകുന്നില്ല. നിങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന്, ആ യേശുക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് നിങ്ങൾ കടന്നു വരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമോചനവും അനുഗ്രഹവും ഒരു നിത്യതയും ലഭ്യമാകുവാൻ ഇടയായിത്തീരുമെന്നുള്ള വാക്യമാണ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു എന്ന പദമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നതിനും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ച് നമ്മെ നിത്യതയുടെ അനുഗ്രഹത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കേണ്ടതിനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടും യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയ്ക്കു വേണ്ടി ആഴമേറി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടതിനും അതിന് സർവകൃപാലുവായ ദൈവം എന്നെ
വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിലുള്ള പാപമോചനവും നിത്യരക്ഷയും ഞങ്ങൾക്ക് പ്രാപിക്കേണ്ടതിന് ദൈവവചന പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ യേശുവേ. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.